വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഓട്സ് വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഓട്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പാൻകേക്കാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 1.5 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് 2 പഴമാണ്. 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ പഴമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മളെ മൈസൂർ പഴം, പൂവൻ പഴം പോലത്തെ പഴമായാലും കുഴപ്പമില്ല. റോബസ്റ്റ പഴമാണ് ഒന്നും കൂടി നല്ലത്. അപ്പോൾ ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എടുത്ത് വെച്ച ഈ ഓട്സ് നമുക്കൊന്ന് ആദ്യം തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഇതിലൊന്നും ചേർക്കാത്തന്നെ അതൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇനി പൊടിച്ചെടുത്ത ഈ പൊടിയിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ച കട്ട് ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ, ആ പഴവും അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 1/2 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം തന്നെ വേണ്ടി വരും കേട്ടോ ഇതിൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓട്സ് എത്ര അളവിലാണോ എടുക്കുന്നത് അതേ അളവ് തന്നെ വെള്ളവും വേണ്ടി വരും. അപ്പോൾ 1.5 കപ്പ് ഓട്സ് ആണെങ്കിൽ 1.5 കപ്പ് വെള്ളം കൂടി വരും. ആ ഒരു സമയത്താണ് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ മാവ് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് വേണ്ടത്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഇപ്പോൾ 1.5 കപ്പ് വെള്ളമായിട്ടോ. അപ്പോൾ നമ്മൾ ഓട്സിൻ്റെ അളവ് എത്രയാണോ എടുക്കുന്നത് ആ ഒരു അളവ് വെള്ളം മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ മുട്ട കുറച്ച് വലുതൊക്കെ ആണെങ്കിൽ മുട്ടയിലും കുറച്ച് ആ ഒരു വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് ഫൈനലായിട്ട് അരച്ച മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത് കേട്ടോ. നമ്മൾ പാൻകേക്കിൻ്റെ ഒക്കെ ആ മാവിൻ്റെ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ. ഇത് നമുക്ക് ഇപ്പം തന്നെ ചുട്ടെടുക്കാം. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൽ സോഡാപ്പൊടി ചേർത്താണ്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടായതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് പാൻ ചൂടായതിന് ശേഷം ഒരു തവി മാവ് വെച്ചിട്ട് ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്ത് കുറച്ച് സമയം ഒരു അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാവും. അതിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഇനി മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ 2 ഭാഗവും ഒരുപോലെ തന്നെ കുക്കായിട്ടുണ്ടാവും. അപ്പോൾ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോരോ പാൻകേക്കായിട്ട് ചുട്ടെടുക്കാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതിൽ തേനോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറപ്പൊക്കെ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലോട്ട് വേറൊരു കറിയുടെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ഒന്നും ഒഴിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് പഴമൊക്കെ ചേർത്തത് കൊണ്ട് ചെറിയൊരു മധുരവും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൈ പിടിച്ച് കൊടുക്കാനൊക്കെ കൈ പിടിച്ചിട്ട് തന്നെ അവർ കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ഒരു സൈഡ് ഡിഷായിട്ട് ആവശ്യമില്ല. അതാണ് പ്രത്യേകത ഇതിന്. പിന്നെ നല്ല ഹെൽത്തിയാണ്. ഓട്സും പഴവും മുട്ടയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്കും എന്തെങ്കിലും രോഗമുള്ളവർക്കൊക്കെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാം. നമ്മൾ റോബസ്റ്റ പഴമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പരിപാടി കഴിയുകയും ചെയ്യും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വലിയൊരു പണി പെട്ടെന്ന് എളുപ്പത്തിൽ തീർന്നു കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. ഇഷ്ടമായി ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി.